ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇത് ഞാൻ ക്യാമറേൻ്റെ ഫ്രണ്ടിലിരുന്ന് സംസാരിക്കുന്ന എൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ എനിക്കുണ്ട്. ബട്ട് ഇറ്റ്സ് ഓക്കെ, ഞാൻ അതെങ്ങനെയെങ്കിലും മാനേജ് ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ അല്ലെങ്കിൽ ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇസ് അബൌട്ട് PCOD അല്ലെങ്കിൽ PCOS. നിങ്ങളെല്ലാവരും അത് തമ്മിലും ക്യാപ്ഷനിലൊക്കെ അത് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ വീഡിയോൻ്റെ അകത്ത് കംപ്ലീറ്റ്ലി ഞാൻ പറയുന്നത് എൻ്റെ എക്സ്പീരിയൻസ് ആണ്. PCOD എൻ്റെ ലൈഫിൽ എങ്ങനെയൊക്കെ എഫക്റ്റ് ചെയ്തിട്ടുണ്ട്, എൻ്റെ ലൈഫിൽ PCOD കാരണം എന്തൊക്കെ ചേഞ്ചസ് ആണ് ഉണ്ടായത് എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോൻ്റെ അകത്ത് പറയുന്നത്. അപ്പോൾ ഞാൻ അധികം ലാഗ് അടിപ്പിക്കാണ്ട് വീഡിയോയിലേക്ക് പോവാം. സോ എന്താണ് PCOD അല്ലെങ്കിൽ PCOS എന്നുള്ളതിൻ്റെ ഭയങ്കര ബേസിക് ആയിട്ടുള്ള ഒരു ഔട്ട്ലൈൻ ഞാൻ പറയാം. സോ PCOD ഇസ് പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് ആൻഡ് PCOS ഇസ് പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം. അപ്പോൾ PCODൻ്റെ കുറച്ചും കൂടെ സിവിയറിറ്റി കൂടിയൊരു വേർഷനാണ് PCOS. അപ്പം ഇതെങ്ങനെയാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മെയിൽ ഹോർമോൺസ് ആയിട്ടുള്ള ആൻഡ്രോജൻസ് നമ്മൾ ലേഡീസിൻ്റെ ബോഡിയിൽ ഓവറീസ് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പം ഉണ്ടാവുന്ന ഒരു കണ്ടീഷനാണ് PCOD. അപ്പം ഇത് ഭയങ്കര ബേസിക് ആയിട്ടുള്ള ഒരു ഔട്ട്ലൈൻ ആണ്. ഇതിന് വലിയ വേറെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിന്റെ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പീരീഡ്സ് മിസ്സാവും. ഇപ്പം 1 മാസമാവും, 2 മാസം ആവില്ല, പിന്നെ 3ാമത്തെ മാസമാവും, അങ്ങനെയൊക്കെ പീരീഡ്സ് മിസ്സാവും. പിന്നെ നമ്മളെ സ്കിന്ന് നല്ല രീതിയിൽ ഓയിലി ആവും. പിന്നെ നമ്മളെ ഹെയർ നല്ല രീതിയിൽ ഹെയർ ഫോൾ ഉണ്ടാവും. ഹെയർ നല്ല രീതിയിൽ തിന്നാവും, മുടിക്ക് തീരെ ഉള്ളില്ലാണ്ടാവും. പിന്നെ മൂഡ് സ്വിങ്സ് എപ്പോഴും നമുക്ക് മോസ്റ്റ് ഓഫ് ദ ടൈം നമുക്ക് ഭയങ്കരമായിട്ട് ലോ ആയിട്ട് ഫീൽ ചെയ്യും. തീരെ എനർജി ഇല്ലാണ്ട് ഭയങ്കര ലോ ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ. പിന്നെന്താ, ഭയങ്കര പീരീഡ്സ് ആകുമ്പോൾ ഭയങ്കര എക്സ്ട്രീം ആയിട്ടുള്ള പെയിന്, വയറുവേദന, ഛർദി, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ മുഖത്ത് ഇങ്ങനെ കുരു, ആക്നെ പ്രോൺ സ്കിന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖത്ത് ഇങ്ങനെ അവിടെയും ഇവിടെയൊക്കെ പീരീഡ്സ് ആവുമ്പോഴും അല്ലാണ്ടിരിക്കുന്ന സമയത്തൊക്കെ മുഖത്ത് നല്ല രീതിയിൽ കുരു വരാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ ഷുഗർ ക്രേവിങ്സ്, അമിതമായിട്ട് നമുക്ക് ഷുഗർ കഴിക്കാനുള്ള ക്രേവിങ്സ്. അപ്പോൾ ഷുഗർ എന്ന് പറയുന്നത് ഭയങ്കര ഒരു വില്ലനായിട്ടുള്ള ഒരു സംഭവമാണ് PCOD. പക്ഷെ അത് കഴിക്കാനുള്ള ഭയങ്കരമായിട്ടുള്ള ടെൻഡൻസി വരും. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് ഇതിൻ്റെ ഒരു സിംറ്റംസ് എന്ന് പറയുന്നത്. ഇതെല്ലാം കൂടെ മാനേജ് ചെയ്ത് കൊണ്ടുനടക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മളെ ബോഡി നമ്മൾ വിചാരിച്ച രീതിയിൽ നമുക്ക് കിട്ടൂല, നമ്മളെ കയ്യിൽ ഒതുങ്ങി കിട്ടാത്തൊരു സിറ്റുവേഷനൊക്കെ വരും. പക്ഷേ എന്താ പറയുക, അത് നമ്മളെ കയ്യിൽ നമ്മൾ ഒതുക്കണം. PCOD ഉണ്ടെങ്കിൽ അത് കുറച്ച് ബുദ്ധിമുട്ടാണ്, പക്ഷെ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും നമ്മളത് ചെയ്തേ പറ്റുള്ളൂ. അപ്പം നെക്സ്റ്റ് ഞാൻ എൻ്റെ ലൈഫിൽ എങ്ങനെയൊക്കെയാണ് PCOD എഫക്റ്റ് ചെയ്തതെന്ന് ഞാൻ പറയാം. അപ്പം ഞാൻ 8th പഠിക്കുമ്പോഴാണ് ഞാൻ ഫസ്റ്റ് പീരീഡ്സ് ആയത്. 8th മിഡ് എങ്ങാനായപ്പോഴാണ് ഞാൻ ഫസ്റ്റ് പീരീഡ്സ് ആയത്. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഒരു 1-2 മാസമൊന്നും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, നോർമലായിട്ട് പോയി. പക്ഷെ ഒരു 3ാമത്തെ 4ാമത്തെ മാസം ആയപ്പം എനിക്ക് ഭയങ്കര എക്സ്ട്രീം വേദന വരാൻ തുടങ്ങി പീരീഡ്സ് ആവുന്ന സമയത്ത്. പക്ഷെ അത് ഓക്കെ ആണ്, കുഴപ്പമില്ല, അത് നോർമലാന്നുള്ള രീതിയിൽ ഞാൻ അങ്ങനെ നിന്ന്. അപ്പം ഞാൻ നോക്കുമ്പോൾ എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനോ 1-2 ഫ്രണ്ട്സിനൊക്കെ ഈ പറഞ്ഞാണ് പെയിൻ ഉണ്ട്. അപ്പം അത് നോർമലായിരിക്കും എന്നുള്ള രീതിയിൽ ഞാനും അങ്ങനെ നിന്ന്. അങ്ങനെ ഞാൻ കോളേജിലേക്ക് കയറിയ സമയത്താണ് എനിക്ക് ഭയങ്കര പെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നിൽക്കാനും ഇരിക്കാനും ഒന്നും പറ്റാത്ത സിറ്റുവേഷൻ വന്നപ്പോൾ ഞാനൊന്ന് കുറച്ചും കൂടെ ഒന്ന് മെച്ചുവേർഡ് ആയല്ലോ. അപ്പോൾ ഞാനൊന്ന് ഡോക്ടറെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പോയി ഡോക്ടറെ കാണിച്ചപ്പം അൾട്രാസൗണ്ട് സ്കാൻ എഴുതി. അത് ചെയ്തപ്പം എനിക്ക് PCOD ഉണ്ട്. അതിൻ്റെ അകത്ത് PCOD ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. അപ്പോൾ അന്ന് മുതൽ എൻ്റെ അടുത്ത് ഡോക്ടർ പറയുന്നൊരു കാര്യമാണ്, ഷുഗർ കഴിക്കാൻ പാടില്ല, ജങ്ക് ഫുഡ് കഴിക്കാൻ പാടില്ല, ഓയിലി ഐറ്റംസ് കഴിക്കാൻ പാടില്ല, ഒരു ഡയറി പ്രോഡക്ട്സ് തിന്നാൻ പാടില്ല, അങ്ങനത്തെ കുറേ ഒരു ലിസ്റ്റ് ഓഫ് തിങ്സ് തന്നു. ഇതൊന്നും കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇതൊന്നും തിന്നാൻ പറ്റില്ല, പിന്നെ ഞാൻ എന്താ ഡോക്ടറെ തിന്നാന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. കാരണം അത്രയും നമ്മൾ നോക്കുമ്പോൾ ആകെ നമുക്ക് തിന്നാൻ പറ്റുന്ന ഒരു കാര്യം ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, പിന്നെ കുറേ വെള്ളം കുടിക്കുക, ഈ ഒരു സംഭവമാണ് ഉള്ളത്. അപ്പം എൻ്റെ കേസിൽ എനിക്ക് ലീൻ PCOD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഈ PCOD ഉള്ള ആൾക്കാർ മോസ്റ്റ് ഓഫ് ദ ആൾക്കാരും കുറച്ച് വെയിറ്റ് ഗെയിൻ ചെയ്യുന്നത്. പക്ഷെ എൻ്റെ കേസിൽ ഞാൻ അത്യാവശ്യം നല്ല മെലിഞ്ഞിട്ടായിരുന്നു. എനിക്കൊരു 45, 46, 47, ആ ഒരു 47 ആയിട്ടില്ല, ഒരു 44, 45, 46 എന്നുള്ള രീതിയിലാണ് എൻ്റെ വെയിറ്റ് എപ്പോഴും നിന്നുകൊണ്ടിരുന്നത്. അതിൽ കൂടിയിട്ടില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് കുറച്ചും കൂടെ പ്രശ്നക്കാരനാണ്, ഇങ്ങനെ വെയിറ്റ് ഞാൻ നല്ല രീതിയിൽ ഫുഡ് കഴിച്ചിട്ടും വെയിറ്റ് വെക്കാത്തത് കുറച്ചൊരു പ്രശ്നക്കാരനാന്നുള്ള രീതിയിൽ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ അന്ന് പിന്നെ 2-2.5 കൊല്ലം ഞാൻ കണ്ടിന്യൂസ് യോഗയ്ക്ക് പോയി. പക്ഷെ യോഗയ്ക്ക് പോയ സമയത്തും എനിക്ക് പെയിനിന് വലിയ കുറവൊന്നുമില്ല. പക്ഷെ ചില മാസങ്ങളിൽ എനിക്ക് പെയിന് വരില്ല. അങ്ങനത്തെ ഒരു ഇതൊക്കെയാണ് ആ സമയത്ത്. അങ്ങനെ പിന്നെ ഞാൻ ഇപ്പോൾ ഇവിടെ UK ലാണുള്ളത്. അപ്പോൾ UK വന്നതിന് ശേഷം ഞാൻ വരുന്നതിൻ്റെ മുന്നേ ഞാൻ ഡോക്ടറെ കാണിച്ച് എവറിത്തിങ് വാസ് ഫൈൻ എന്നുള്ള, അതായത് PCOD ഉണ്ട്, നമുക്കത് ഒരിക്കലും ക്യൂർ ചെയ്യാൻ പറ്റില്ല. നമ്മളെ ലൈഫ് സ്റ്റൈൽ അനുസരിച്ചിട്ടാണ് നമുക്ക് PCOD വരില്ല എന്നുള്ളത് നമുക്ക് ആക്കാൻ പറ്റുക. നമ്മളെ ലൈഫ് സ്റ്റൈൽ മാറ്റി കഴിഞ്ഞ് PCOD പോവും. ലൈഫ് സ്റ്റൈൽ പിന്നെയും പഴയ രീതിയിലേക്ക് ആയി കഴിഞ്ഞാൽ PCOD വരും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു കാര്യം. നമുക്ക് ഷുഗർ ഒക്കെ വന്നു കഴിഞ്ഞാലുള്ളൊരു ഇതുപോലെയാണ് PCODൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ
ഞാനിവിടെ UK വന്ന സമയത്ത് എനിക്ക് ഫസ്റ്റ് ഒരു 1.5 മാസം ഞാൻ കണ്ടിന്യൂസ് നല്ല രീതിയിൽ ഞാൻ ഷുഗർ കഴിച്ചു. ഇപ്പം ബ്രെഡും ന്യൂട്ടലും എവറി സിംഗിൾ ഡേ ഞാൻ രാവിലെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിച്ചുകൊണ്ടിരുന്നത് ബ്രെഡ് ആൻഡ് ന്യൂട്ടല്ല. അപ്പോൾ അതുകൊണ്ടാണ് തോന്നുന്നു ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ എൻ്റെ ലൈഫിൽ ഒരിക്കലും തടിക്കാത്ത തടി ഞാൻ തടിച്ച്. അപ്പം ഞാൻ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പം ഐ വാസ് ജസ്റ്റ് 45 or 46, 46 കിലോ എന്തോ ഉള്ള ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ 2024 സെപ്റ്റംബറിലാണ് വന്നത്. 2025 ജാനുവരിയിലോ ഫെബ്രുവരിയിലോ എന്തോ ഞാൻ വെയിറ്റ് നോക്കിയപ്പോൾ ഐ വാസ് 60 കിലോ. ഞാൻ 60 കിലോ ഉണ്ട്, സ്റ്റിൽ ഞാൻ 60 കിലോ ആണ്. അപ്പം എനിക്ക് മനസ്സിലായൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വൺസ് വെയിറ്റ് അധികമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് തിരിച്ച് ബാക്ക് ടു നോർമൽ നമ്മളെ പഴയ ട്രാക്കിലേക്ക് ആക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഞാൻ എങ്ങനെ ഡയറ്റ് എടുത്തിട്ടും കുറേയൊന്നും എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റൂല. പക്ഷേ സ്റ്റിൽ എനിക്ക് പറ്റുന്നോണൊക്കെ ഞാൻ ജിമ്മിലൊക്കെ പോയിട്ട് എക്സസൈസ് ഒക്കെ ചെയ്തിട്ടും എനിക്ക് പഴയ പോലെ എൻ്റെ ആ ഒരു 45 kg എനിക്ക് ഇതുവരെ എത്താൻ പറ്റിയിട്ടില്ല. ഇപ്പോഴും ഞാൻ 58, 59, 60 എന്നുള്ള രീതിയിൽ ഞാനിങ്ങനെ നിൽക്കുകയാണ്. അപ്പം ആ ലീൻ PCOD മാറ്റിയിട്ട് ഇപ്പം ഞാൻ നോർമൽ PCOD എന്നുള്ള രീതിയിൽ എനിക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഞാൻ ഡോക്ടറെ അടുത്ത് ഞാൻ ഓൺലൈൻ കൺസൾട്ട് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞൊരു കാര്യമാണ്, ഒറ്റയടിക്ക് 12-13 കിലോ ആണ് ഞാൻ കൂടിയത്. ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ ഹെൽത്തി. അത് ഭയങ്കര അൺഹെൽത്തി ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഞാൻ വെയിറ്റ് പഴയ രീതിയിലേക്ക് കൊണ്ടുവന്നേ പറ്റുള്ളൂ. അറ്റ്ലീസ്റ്റ് ഒരു 55 എങ്കിലും ഞാൻ ആക്കണം എന്നുള്ള രീതിയിലാണ് എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ ഇതാണ് എൻ്റെ സ്റ്റോറി. അപ്പം എനിക്ക് PCOD കാരണം എൻ്റെ മുടി നല്ല രീതിയിൽ പോയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെയൊക്കെ ചിലപ്പോൾ കണ്ടാലറിയാം എനിക്ക് ഇവിടെയൊക്കെ മുടി കുറവാണ്. പിന്നെ ഇവിടെ ബാക്കിലൊക്കെ ഐ നോ ഇറ്റ്സ് എ വെരി സാഡ് തിങ്, ഭയങ്കര സങ്കടമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ നമുക്കത് റിയാലിറ്റി അത് അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. കുറേ പ്രൊഡക്റ്റ്സ് ഒക്കെ നമ്മൾ വാങ്ങി യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഹെൽപ്ഫുൾ ആണ്. പക്ഷേ നമ്മളത് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും ബാക്ക് ടു നോർമൽ ആവും. അപ്പോൾ പിന്നെ എനിക്ക് ഇവിടെ ഇങ്ങനെ ഇവിടെയൊക്കെ ഇങ്ങനെ കുറച്ച് ഹെയർ ഗ്രോത്ത്, ഫേഷ്യൽ ഹെയർസ് വരാൻ തുടങ്ങി. പിന്നെ മുടി നല്ല രീതിയിൽ കൊഴിയാൻ തുടങ്ങി. പിന്നെ പീരിയഡ്സ് ആകുമ്പോൾ എക്സസ് വേദന, അങ്ങനത്തെ കുറേ സംഭവങ്ങൾ എനിക്ക് ഈ PCOD കാരണം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ലൈഫിൽ എനിക്ക് ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ആർക്കെങ്കിലും PCOD ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഇത് കാണുന്ന ആൾക്ക് PCOD ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ആർക്കെങ്കിലും PCOD ഉണ്ടാവും എന്നുള്ളത് എനിക്കറിയാം. അല്ലാതെ നിങ്ങളിതിപ്പോൾ അതുകൊണ്ടാണല്ലോ നിങ്ങളിത് വന്ന് ക്ലിക്ക് ചെയ്തത്. അപ്പോൾ ആരും ബേജാറാവണ്ട, ആരും വിഷമിക്കണ്ട. നമ്മളെ ബോഡി നമ്മളെ കയ്യിൽ തന്നെ നിൽക്കാനുള്ള രീതിയിൽ നിങ്ങൾ ആക്കിയെടുക്കുക. കുറച്ചൊക്കെ കൺട്രോൾ ചെയ്യാം. നമുക്ക് കുറേ ഡയറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്കിപ്പോൾ ChatGPT അടുത്ത് ചോദിച്ചാലോ, അല്ലെങ്കിൽ ഒരു ഡോക്ടറെ നല്ലൊരു ന്യൂട്രീഷനിസ്റ്റിനെ കണ്ടാലോ, അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഡയറ്റ്, നമുക്ക് ഷുഗർ ക്രേവിങ്സ് ഒക്കെ വരുമ്പം എനിക്ക് വർക്കായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പം നല്ല രീതിയിൽ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്ത് അല്ലെങ്കിൽ ഡോക്ടർമാരൊക്കെ കാണിച്ചിട്ട് നല്ല രീതിയിലൊരു ഡയറ്റൊക്കെ എടുത്തിട്ട് നല്ല രീതിയിൽ PCOD കൺട്രോൾ ചെയ്യാൻ നോക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഇതിപ്പോൾ എത്ര ആൾക്കാർ ഇത് കണ്ടിരിക്കുന്നോ, അല്ലെങ്കിൽ എത്ര ആൾക്കാർ ഇത് കണ്ടിട്ടുണ്ടാവുന്നോ, ആരോ ഇത് ക്ലിക്ക് ചെയ്തതിനൊന്നും ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഞാനത് അങ്ങ് ചെയ്ത്. സോ താങ്ക് യു സോ മച്ച്. ഇവിടെ വന്നതിന് താങ്ക് യു സോ മച്ച്. ആൻഡ് സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ ഹോപ്പ്ഫുള്ളി. ആൻഡ് ബൈ. ടേക്ക് കെയർ.